ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെയുള്ള ഈ വ്യൂ ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഈ കിളികളുടെ കലപില ശബ്ദവും ഈ പൂക്കളിങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുള്ളൊരു നിപ്പും അതൊക്കെ വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. ഇതാണ് എൻ്റെ രാവിലത്തെ വീട്ടിലെ വ്യൂ. എൻ്റെ വീട്ടിലെ ബോഗൺവില്ല പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പം എവിടെ നോക്കിയാലും ബോഗൺവില്ലയുടെ തരംഗമാണ്. പലതരത്തിലും പല വെറൈറ്റികളുമായിട്ടുള്ള ബോഗൺവില്ലകളുണ്ട് കേട്ടോ. ഇത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെ പെട്ടതാണ്. ഇത് ഞാനിവിടെ നിലത്താണ് വളർത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ബോഗൺവില്ലയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനോട് ചേർന്ന് പടർത്തി കൊടുത്ത കാറ്റ്സ് ക്ലോയാണ് കേട്ടോ ഉണ്ടായേക്കണത്. ഈ പ്രാവശ്യം നന്നായിട്ട് പൂവുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഈ പ്രാവശ്യം നന്നായിട്ട് പൂവുണ്ടായിട്ടോ. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് എല്ലാ മുട്ടിലും പൂവുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതും നല്ലൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് നമ്മളെ വീട്ടിലിട്ടോ. രാവിലെ തന്നെ എണീറ്റ് നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. ഇപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കിളിക്കൂടും ഉണ്ട്. കിളികൾ വന്ന് ഇത് 2 സെക്ഷനായിട്ട് ഇതിൽ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കിളികളെ പിടിക്കാനായിട്ട് നമ്മുടെ 2 പൂച്ചകൾ എപ്പോഴും ഇതിൻ്റെ അടിയിൽ വന്ന് കിടക്കും. അവരെ പറ്റിക്കൊണ്ട് കിളികളും നടക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 365 ദിവസം എന്നോണം പൂ തരുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത്, നമ്മളെ ബ്രൈഡൽ ബൊക്കയുടെ മഞ്ഞ. അതിലും നന്നായിട്ട് പൂവുണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ മതിലിനോട് ചേർത്ത് നിർത്തിയേക്കണ ബോഗൺവില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ കമ്പ് നട്ട് പിടിപ്പിച്ചേക്കണ ബോഗൺവില്ലകളാണ്. ഇതൊന്നും ഞാൻ ചെടി നഴ്സറി പോയി വാങ്ങിച്ച് കൊണ്ടുവച്ചേക്കണതല്ല. ഓരോ പീസ് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ട് നട്ടേക്കണതാണ് കേട്ടോ. ഈ ബോഗൺവില്ല ഒരു ഹൈബ്രിഡ് ബോഗൺവില്ലയാണ്. ഇതിൽ ഇല കാണാതെ മുഴുവൻ പൂക്കളാണ് ഉണ്ടായേക്കണം. മുകളിൽ ഫുള്ളും പൂക്കൾ നിറഞ്ഞ് നിൽക്കണം. ഇത് ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചിട്ട് അതിൻ്റെ കമ്പ് എല്ലാവരും വന്ന് ചോദിച്ചപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുപോയപ്പോൾ എനിക്കൊരു സംശയമായിട്ട് ഇനി അതങ്ങനെ നശിച്ചു പോകുന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ നിലത്ത് കുത്തി കൊടുത്തതാണ്. അത് നന്നായിട്ട് പൂത്ത് ഇപ്പം നന്നായിട്ട് പൂവുണ്ടായി നിൽക്കുന്നുണ്ട്, പൂത്തുലഞ്ഞ് നിൽക്കട്ടോ. ഇതിൻ്റെ ഭംഗി ശരിക്കും ഇതിൽ കാണുന്നില്ല. ഇത് നേരിട്ട് കാണാനാണ് ഇതിൻ്റെ ഭംഗി കാണുന്നത് കൂടുതലും. ഇതിനേലും കൂടുതൽ പൂവായിട്ട് നമുക്കിവിടെ നേരിട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ചെടി വാങ്ങിച്ചതിൽ നിന്ന് കൊണ്ടുവച്ച തൈകളാണ് ഈ സെക്ഷനിൽ. അപ്പുറത്തെ സെക്ഷനിലിരിക്കണം 3-4 ചെടികൾ കേട്ടോ. അതായത് മതിലിനോട് ചേർന്ന് ഞാനിങ്ങനെ 3-4 ബോഗൺവില്ലകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ മദർ പ്ലാന്റ് ചട്ടിയിലുണ്ട്. പക്ഷേ അതിനേലും നല്ല ഉഷാറായിട്ട് ഇവിടെ വളരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ ചെയ്യണില്ല. അതിനാവശ്യമുള്ള വെള്ളവും വളവും അത് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല. ഞാൻ ആകെ കൊടുക്കണത് നമ്മുടെ ചട്ടിയിലുള്ള ബോഗൺവില്ലകൾക്ക് മാത്രമാണ് കെയർ പ്രത്യേകം കൊടുക്കുന്നത്. ഇതിനല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് പൂവുണ്ടാക്കി കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൽ ഞാൻ കൂടുതലും എൻ്റെ കണ്ടാലറിയാൻ പറ്റും ഹൈബ്രിഡ് ഇനം കുറവാണ്. കാരണം ഞങ്ങൾ പലപ്പോഴും ടൂറ് പോകണം. അതായത് നമ്മൾ എന്ത് സമയം കിട്ടിയാലും നമ്മൾ എപ്പോഴും പുറത്ത് ടൂറ് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവൻ തന്നെയല്ല മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡുകൾ നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഹൈബ്രിഡിൻ്റെ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഉള്ള ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടനാണ്. അതും ഞാൻ വാങ്ങിച്ചേക്കണത് അധികമില്ല. കൂടുതലും ഞാൻ ഈ കൊമ്പ് നട്ട് പിടിപ്പിച്ചേക്കണതാണ് എൻ്റെ ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അടുത്ത് കുറച്ചായിട്ടുള്ളൂ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു കൊമ്പ് കണ്ടപ്പോൾ അത് ചോദിച്ചിട്ട് അതിൻ്റെ കമ്പ് വെച്ച് പിടിപ്പിച്ചാണ് ആ തൈ കേട്ടോ. അതുപോലെ ഈ കാണുന്ന മിക്കതും ഞാൻ അങ്ങനെ കൊമ്പ് മുറിച്ച് നട്ടതാണ്. എൻ്റെ കൊമ്പുകൾ ആൾക്കാർ കൊണ്ടുപോകണുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകണുണ്ട്. നമ്മുടെ ബോഗൺവില്ലകളൊക്കെ ഞാനിപ്പോൾ ഈ ചട്ടിയിലുള്ളത് ഇപ്പോൾ മതിലുമെന്ന് ഇറക്കിയിട്ടുണ്ട്. കണ്ട അതിൻ്റെ എല്ലാ അവസ്ഥനെ കാണുന്നത് മറിച്ച് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് മുമ്പ് ഞാൻ വളം കൊടുത്താണ്, DAP ഇട്ട് കൊടുത്താണ്. പിന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നോമ്പ് 10-26 നോമ്പായി. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത വളം കൊടുക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് ഇതിലുള്ള പുല്ലും സാധനങ്ങളൊക്കെ പറിച്ച് മാറ്റണം. എന്നിട്ട് നമുക്ക് വളം കൊടുക്കാം. ആ വളം കൊടുക്കുന്നത് എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കൊക്കെ കൂടി പുളിപ്പിച്ചതാണ്, എല്ലുപൊടി. ഇത് 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഈ 20 ലിറ്ററിൻ്റെ ബക്കറ്റിലോട്ട് ഇത് ഒഴിച്ചിട്ട് അതിൽ കൂടെ ഞാൻ ഈ നമ്മളെ 18 ഉണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണുന്നത്. പിന്നെ ഞാനിവിടെ നിലത്ത് നട്ടേക്കുന്നതിൻ്റെ മദർ പ്ലാന്റും ഈ ചട്ടികളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ ചട്ടികളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ കുത്തിക്കൊടുത്ത് വലുതാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുല്ലൊക്കെ ആദ്യം തന്നെ നമുക്ക് പറിച്ച് മാറ്റാം.
ഈ കാണുന്നതൊക്കെ ഞാൻ കമ്പ് മുളപ്പിച്ച് നട്ടതാണ് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ തന്നെ കണ്ട 3-4 കമ്പുകൾ കൊണ്ട് കുത്തിയേക്കണത്. ഇതിൻ്റെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് പലതരം കളറ് ഞാൻ ഓരോ വീടുകളിൽ കാണുമ്പോൾ അവിടെ ചോദിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണതാണ് കേട്ടോ. ഇതതുപോലെ തന്നെ വേറെ നമ്മളിവിടുത്തെ തന്നെ പർപ്പിൾ കളറിൻ്റെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് കൊമ്പുകൾ കണ്ടോ. ഇത് അതിൽ നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ എല്ലാവരും പിടിക്കില്ല. അതിലേതാണ് പിടിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ അങ്ങനെ കമ്പുകൾ കൊണ്ടുവന്ന് ഫുള്ളും കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതായത് ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക. ഒരു കമ്പ് മുറിച്ചിട്ട് നമ്മിങ്ങനെ കട്ട് ചെയ്ത് കുഞ്ഞാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും മുളച്ചോളും. അപ്പോൾ നമുക്ക് പേടി വേണ്ടല്ലോ മുളക്കൂല എന്നുള്ള. എന്നിട്ട് പിന്നെ നമ്മത് ആരും തൊടാണ്ടൊരു സ്ഥലത്ത് കൊണ്ട് വെക്കണം. ഇപ്പോൾ നമ്മൾ ആ പൂച്ചകളുണ്ടെങ്കിൽ പൂച്ചകൾ ചാടാത്തോടത്തൊക്കെ നമ്മൾ കൊണ്ടുവെക്കണം. അതാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ അത് മുളക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മുളപ്പിച്ചെടുക്കണത്. നമ്മൾ പിടിപ്പിച്ചെടുക്കണം കേട്ടോ തൈകൾ. ഇപ്പം ഞാൻ അങ്ങനെ പലതരം കളറിനെ പിടിപ്പിച്ചെടുത്താണ്. ഇത് കണ്ട ഇത്ര ആയപ്പോഴത്തേനും തന്നെ ഈ കട്ടിങ്ങുമ്മിൽ പൂവുണ്ടായേക്കണം. ആ ഒരു കൊമ്പിൽ തന്നെ ഉണ്ടായേക്കണത്. ഇത് നമുക്കിനി കട്ട് ചെയ്ത് നമുക്ക് വേറെ ഇതിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഈ പോട്ട് മാറ്റാൻ ഉദ്ദേശിക്കണില്ല. ഒന്നും കൂടി ബലമായിട്ട് നന്നായിട്ട് വേര് വന്ന് തോന്നുമ്പോൾ നമുക്കിത് മാറ്റി വേറെ പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോഗൺവില്ലയൊക്കെ ഒരു നേരം നനച്ച് കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവയുടെ പൂവുകൾ വേഗം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 20 ലിറ്ററിൻ്റെ ബക്കറ്റിൽ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെക്കണം കേട്ടോ. അതിലേക്ക് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ പുളിപ്പിച്ച് വെച്ചേക്കണ വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർത്ത മിശ്രിതം ഞാനിതിൻ്റെ പകുതിയാണ് ഈ ബക്കറ്റിൽ കൊഴിക്കുന്നത്. നമ്മൾ എപ്പോഴും വളം ചെയ്യുമ്പോണ്ടല്ല ഒരിക്കലും കൂടി പോകണ്ട കേട്ടോ. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും കൂട്ടിയെടുക്കണ്ട. അപ്പോൾ ഞാനിതിൻ്റെ പകുതി എടുത്താണ് മിക്സ് ചെയ്യണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതരത്തിലുള്ള ചെടികളുണ്ട്, പല വളർച്ചാഘട്ടത്തിലുള്ള ചെടികളുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 18 കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ കുറച്ചെടുത്ത് ചെയ്താൽ മതി. കൂടുതലെടുത്ത് ചെടി കരിച്ച് കളയണ്ട കേട്ടോ. അപ്പോൾ ഞാനിതിൽ ആ കാണുന്ന ടീസ്പൂണ് അതിലാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. അതിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കലക്കിയിട്ട് അത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക. ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ തോരെ ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് ചട്ടി അടിയിലോട്ട് നനയുന്നത് വരെ നമ്മൾ നിന്നാൽ മതി. അങ്ങനെ ഒരു കപ്പ് വീതം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ നമ്മൾ ഇത്തിരി വെള്ളം കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ചേർക്കണത്. നട്ടുപിടിപ്പിച്ചതിൽ ചെറിയ പ്ലാന്റ്സ് ആണല്ലോ. അതിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്യാം. അതെല്ലാം മുകളിലിരിക്കുന്നത് കേട്ടോ.